നമസ്കാരം. തത്വമയി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആ, സാമൂഹ്യ നിരീക്ഷകനും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമൊക്കെയായ ശ്രീ സുഭാഷ് ചന്ദ്രബോസാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. FCRA വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ ഒരു ഒരു സാമൂഹ്യ രാഷ്ട്രീയത്തെ മണ്ഡലത്തെയൊക്കെ വളരെ ശക്തമായ രീതിയിൽ ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ്. അതായത് FCR നിയമം എതിർക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ എതിർക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സ്ഥലത്തു നിന്നല്ല ഇപ്പോൾ ശക്തമായ എതിർപ്പ് വരുന്നത്. ആ എതിർക്കും എന്ന് വിചാരിച്ചിരുന്ന സ്ഥലം ഏകദേശം സൈലൻ്റ് ആണ്. അതായത് ഇസ്ലാമിക പക്ഷത്തിൽ നിന്നായിരിക്കും പ്രധാനമായിട്ടും ഈ FCRA വരുമ്പോഴത്തേക്കും ഒരു ശക്തമായൊരു വിമർശനവും മറ്റു കാര്യങ്ങളും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ധരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ മേഖലയിൽ നിന്നാണ് ഒരു എതിർപ്പ് ശക്തമായി വരുന്നത്. എന്തുകൊണ്ടായിരിക്കാം അതൊരു? 1976 ഇന്ദിരാഗാന്ധിയാണ് ഇങ്ങനെ ഒരു നിയമം രാജ്യത്ത് കൊണ്ടുവരുന്നത്. കാരണം വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ജർമ്മനിയിലെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് സ്വന്തം വരുമാനത്തിൻ്റെ 10% ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൊടുത്താൽ എന്ത് കിട്ടും? പുണ്യം കിട്ടും. നമ്മളെ അന്നദാനമൊക്കെ ഇവിടെ പറയും പോലെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അങ്ങനെയാണ് ഇവിടേക്ക് ഒരുപാട് പേർക്ക് പൈസ കിട്ടുന്നത്, പണം കിട്ടുന്നത്. ഇപ്പോൾ ജർമ്മനിയിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ ഇവിടെ പണം കൊടുക്കുന്നുണ്ട്. പിന്നെ മതപരമായ കൺവേർഷന് വേണ്ടി സുവിശേഷ പ്രവർത്തനങ്ങൾ, മതപരമായ കൺവേർഷൻ ഇതിനും പണം കൊടുക്കുന്നുണ്ട്, പല ഏജൻസികളും കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മദർ തെരേസ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ധാരാളം പണം വാങ്ങിയിട്ടുള്ള ഏജൻസിയാണ്. ഇങ്ങനെ പല കാരണങ്ങൾക്കും വിദേശ രാജ്യങ്ങളിൽ പണം കൊടുക്കാറുണ്ട്. പക്ഷേ അത് ഡോളറിലൊക്കെ കൊടുക്കുന്നത് കൊണ്ട് വലിയ എമൗണ്ടാണ്, ചെറിയ പൈസ അല്ല. 5 കോടി, 10 കോടി, 20 കോടി, 100 കോടി. ഇവിടെ യോഹന്നാൻ, നമ്മുടെ കേരളത്തിലെ യോഹന്നാൻ, മറ്റേ എസ്റ്റേറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ, വിമാനത്താവളം വരാനുള്ള എസ്റ്റേറ്റൊക്കെ ഉണ്ടായിരുന്നു എരുമേലി. അതിൻ്റെ ഉടമസ്ഥനുള്ള യോഹന്നാനൊക്കെ വലിയ പണം കിട്ടുന്നവരാണ്. അതുപോലെ മാതാ അമൃതാനന്ദമയി മഠം, ശാന്തിഗിരി ആശ്രമം, പിന്നെ അതുപോലെ തന്നെ പിന്നെ സായി ഗ്രാമം, പിന്നെ സത്യസായി ബാബയുടെ ആശ്രമം, രാംദേവ്, നമ്മുടെ ബാബ രാംദേവ്, പിന്നെ സത്യബാബ സായിബാബ ട്രസ്റ്റ്, ഇങ്ങനെയുള്ള ഹിന്ദു സംഘടനകൾക്കും ക്രിസ്ത്യൻ മിഷണറിമാർക്കും ധാരാളം പണം കിട്ടും. മുസ്ലിം സംഘടനകൾക്കും കിട്ടുന്നു, സന്നദ്ധ സംഘടനകൾക്കും കിട്ടുന്നു. ഇതൊന്നും ഇല്ലാത്ത സ്വതന്ത്രമായി റിലീജിയസ് അല്ലാത്ത നോൺ റിലീജിയസ് ആയിട്ട് നിൽക്കുന്ന സന്നദ്ധ സംഘടനകൾക്കും കിട്ടും. ഏകദേശം 16,000 സംഘടനകൾക്ക് ഇന്ത്യയിൽ ഇതിൻ്റെ പണം വരുന്നുണ്ട്. അത് 22,000 ലക്ഷം കോടി രൂപ വരെയൊക്കെ വരുന്ന എമൗണ്ട് വരുന്നുണ്ട് രാജ്യത്ത്. ഇതിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ മുസ്ലിം സമുദായം ഇത് പലപ്പോഴും ചെയ്യുന്നത്, അവർക്ക് ഈ മതപരിവർത്തനത്തിന് പണം അവർ ഉപയോഗിക്കുന്നില്ല, അതിനുപയോഗിക്കുന്നില്ല. ഹിന്ദുക്കളും മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നില്ല. വേറെ കുറേ മാൽ പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. അപ്പം കൃത്യമായ ഒരു മാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ 50% തുക, ഇപ്പം ഒരു 5 കോടിന് അനുവദിച്ചാൽ 2.5 കോടി രൂപ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റായിട്ട് എഴുതിയെടുക്കാം, 50% തുക എഴുതിയെടുക്കാം. ഓക്കെ, അത് നേരത്തെ ഞാൻ 76 നിയമമാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ FCRA, ഞാനൊരു സന്നദ്ധ സംഘടനയുണ്ട്, ഒരു FCRA രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഹോം മിനിസ്ട്രിയിൽ നിന്നാണ് ഇത് എടുക്കുന്നത്, സെൻട്രൽ ആഭ്യന്തര വകുപ്പ് മന്ത്രാലയത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു FCRA നമ്പർ തരും. അത് വെച്ചുകൊണ്ട് എല്ലാ വർഷവും ഞാനിത് പുതുക്കണം, സൈറ്റിൽ കയറി പുതുക്കണം. ഇങ്ങനെ ഞാൻ പുതുക്കി കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ബാങ്കിലേക്ക് പണം വരുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൺസോൾഡേറ്റ് എഴുതെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് പലപ്പോഴും കഴിഞ്ഞില്ല. വരുന്ന പണം മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നു. കൂടംകുളം ആണവ നിലയത്തിൻ്റെ സമരത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇത് ഉപയോഗിച്ചതായി പരാതി വരുന്നു. ഡൽഹിയിൽ നടന്ന കർഷക സമരത്തിന് ഈ ഫണ്ട് ഉപയോഗിച്ചതായിട്ട് പരാതി വരുന്നു. സന്നദ്ധ സംഘടനകൾ സമരങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ 4 ദിവസം കഴിയുമ്പോൾ വലിയ ഫണ്ടിങ് നടക്കുകയാണ് അവിടെ. ആ ഫണ്ടൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊരു പ്രശ്നം നിലവിൽ ഉണ്ട്, ഒരു പരാതിയായിട്ടുണ്ട്. രണ്ടാമത് ഈ 50% അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 50% ഉള്ളൂ. ഈ 50% എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നേരത്തെ പല ഏജൻസിക്കായിട്ട് വീതിച്ചു കൊടുക്കും. അപ്പോൾ ഒരു ഏജൻസിക്ക്, ഒരു മഠത്തിനോ ഒരു സ്ഥാപനത്തിനോ 10 കോടി രൂപ വന്നാൽ, അല്ലെങ്കിൽ 100 കോടി രൂപ വന്നാൽ 50 കോടി രൂപ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റായി. പിന്നെ വരുന്ന 50 കോടി രൂപ 10 സ്ഥാപനത്തിനായിട്ട് അങ്ങ് എഴുതി കൊടുക്കും. ആ 10 സ്ഥാപനങ്ങൾ പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ള ബാധ്യത ഇവർക്കില്ല, ഈ ആദ്യം കൊടുക്കുന്ന സ്ഥാപനത്തിനില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതിൽ ഒരുപാട് മിസ്മാനേജ്മെൻറ്റും മാൽ പ്രാക്ടീസും, ഈ പണം അനധികൃതമായ കാര്യങ്ങൾക്കും, ഇപ്പോൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ കൃത്യമായി കിട്ടുന്ന, മുസ്ലിം സംഘടനകൾക്കൊക്കെ കിട്ടുന്ന പണം വളരെ കൃത്യമായ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ട് പഠനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ വന്നപ്പോഴാണ് ഇത് കർശനമാക്കണമെന്ന് തീരുമാനിച്ചത്. കർശനമാക്കിയപ്പോൾ എന്ത് തീരുമാനിച്ചു? 50% എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് 20%.
അപ്പോൾ ബാക്കി 80-80% ഈ എന്തിനാണോ കൊടുക്കുന്നത് അതിന് ചിലവാക്കണം. നമ്പർ 1. നമ്പർ 2, ഏത് ഏജൻസിയാണോ ഇതിനൊക്കെ പൈസ കിട്ടുന്നത് അപ്ലൈ ചെയ്യുന്നത്, ഇപ്പം ആദർശവാദി അല്ലെങ്കിൽ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് പൈസ കിട്ടി, ഞാനൊരു സംഘടനയെ പറയുന്നില്ല, കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ആ പൈസ ചിലവാക്കാൻ പറ്റുള്ളൂ. നേരത്തെ പോലെ ഇഷ്ടമുള്ള സംഘടനകൾക്ക് താഴോട്ട് പൈസ മാറ്റി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണ്? ഇവരനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ട്, ഒരു 10 കോടി എന്നുള്ളത് 100 കോടി ആയിപ്പോയാൽ, 1000 കോടി ആയിപ്പോയാൽ, അല്ലെങ്കിൽ 200 കോടി ആയപ്പോൾ ഒരു വർഷം കൊണ്ട് ഒരു വലിയ സംഘടനയ്ക്ക് പോലും അത് ചിലവാക്കി തീർക്കാൻ പറ്റില്ല. അപ്പോൾ വലിയ എമൗണ്ട് ഒന്നും ഇവർക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല, ചെറിയ എമൗണ്ടേ വാങ്ങിക്കാൻ പറ്റുള്ളൂ, വലിയ എമൗണ്ട് വാങ്ങിച്ചാൽ പറ്റില്ല. പിന്നൊരു നിയമം കൊണ്ടുവന്നു, എല്ലാ ബാങ്കുകളും വഴിയും പറ്റത്തില്ല, ഡൽഹിയിലെ SBI ബ്രാഞ്ച് വഴിയേ ഇത് പറ്റത്തുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡൽഹി SBI ബ്രാഞ്ചിൽ അക്കൗണ്ട് എടുക്കുകയും അവരുടെ ഡൽഹി SBI ബ്രാഞ്ചിൽ ഈ പൈസ വരികയും ഈ വരുന്ന വിവരം റിസർവ് ബാങ്ക് അറിയുകയും ചെയ്യും. അപ്പം ഒരു വശത്ത് നോക്കിയാൽ വളരെ മനോഹരമാണ്. രാജ്യദ്രോഹത്തിന് ഈ പൈസ പോവില്ല, ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് പോവില്ല, മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് ഈ പൈസ പോവില്ല. അതുപോലെ തന്നെ കുറേ അധികം നിയന്ത്രണങ്ങൾ. ഈ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നത്. പക്ഷേ ഇതിനകത്ത് മുസ്ലിം സംഘടനകൾ അത്ര ബഹളം ഉണ്ടാക്കാത്തത്, അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ അത്ര ബഹളം ഉണ്ടാക്കാത്തത്, അല്ലെങ്കിൽ നോൺ റിലീജിയസ് ആയ സംഘടനകൾ ബഹളം ഉണ്ടാക്കാത്തത്, അവർക്ക് ഇങ്ങനെ കോടാനുകോടി രൂപയുടെ പരിപാടികൾ വരുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. മാത്രമല്ല ഈ മതപരിവർത്തന പരിപാടികളും സുവിശേഷ പരിപാടികളും അവർക്കില്ല. ക്രിസ്ത്യൻ സംഘടനകൾക്കാണ് ഇത് കൂടുതലും ഉള്ളത്. പ്രത്യേകിച്ച് ചർച്ച് ബേസ്ഡ് ആയിട്ടുള്ള സംഘടനകൾക്കാണ് ഇത്തരം ആക്ടിവിറ്റി ഉള്ളത്. ഇതിനകത്തുള്ള ഒരുപാട് നന്മയും ഉണ്ട്, തിന്മയും ഉണ്ട്. തിന്മയെന്ന് പറയുന്നത്, ഇതെടുത്ത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാക്കുക, 4-5 അച്ഛനും മക്കളും ഒക്കെ കൂടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നു. 7 പേരുണ്ട് ട്രസ്റ്റ് ഉണ്ടാക്കാം. ഒരു ട്രസ്റ്റിനാണെങ്കിൽ 7 പേരും വേണ്ട, ഒരാൾ മതി. മറ്റേ സന്നദ്ധ സംഘടനയാണ്, NGO ആണെങ്കിലാണ് 7 പേര്, മറ്റേത് ഒരാളുണ്ടെങ്കിലും ട്രസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഒരാൾ മുതൽ 2-3 പേര് കുടുംബത്തിലെ ആളുകളൊക്കെ ട്രസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അത് FCRA ഒക്കെ നോക്കി പൈസ കോടിക്കണക്കിന് കൊണ്ടുവരും. അതിന് യാതൊരു അക്കൗണ്ടും ഓഡിറ്റും ഒന്നുമില്ലാതെ ഇഷ്ടമുള്ള രീതിയിൽ ചിലവാക്കും. അത് പല പണവും ഈ പറയുന്ന പോലെ അൺആതറൈസ്ഡ് ആയിട്ടുള്ള, അൺഅക്കൗണ്ടബിൾ ആയിട്ടുള്ള, ക്രെഡിറ്റ് ചെയ്യാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയും അത് ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സത്യമാണത്. ആ സത്യത്തെ പിടിക്കാനാണ്, ആ യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും പണം കിട്ടിക്കൊണ്ടിരിക്കുന്ന, സ്വതന്ത്രമായി പണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിക്ക് നിയന്ത്രണങ്ങൾ വരുമ്പോൾ എന്തുണ്ടാവും? എതിർപ്പുണ്ടാവും. 50% അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സുഖമായിട്ടങ്ങ് എഴുതിയെടുക്കാം. 100 കോടിയിൽ 50 കോടിയെ എന്തിന് ചിലവെന്ന് പറഞ്ഞെടുക്കാം, ഭരണപരമായ ചിലവെന്ന് പറഞ്ഞ് എടുക്കാം. ഇപ്പോൾ 20 കോടി ഉണ്ട്, അത് ഇപ്പം 20% ആക്കി. അപ്പോൾ 20% എടുക്കാൻ പറ്റുള്ളൂ. അപ്പം 30% അങ്ങനെ കുറഞ്ഞല്ലോ. അപ്പോൾ അതും കൂടി എക്സ്പെൻഡിച്ചറിൽ കാണിക്കണം. അപ്പോൾ മാത്രമല്ല വേറെ സംഘടനയ്ക്ക് കൊടുക്കാനും പറ്റില്ല. അപ്പം എടുക്കുന്ന സംഘടന തന്നെ പണിയെടുത്താലേ വേറെ കളികൾ നടക്കത്തുള്ളൂ. അപ്പോൾ അതിനാണ് ഇവർ ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത്. പിന്നെ കേരളത്തിൽ നിന്ന് മാത്രമാണ്. വേറൊരു തമാശ, മറ്റ് സ്ഥലങ്ങളിലുള്ള ക്രിസ്ത്യൻ ഓർഗനൈസേഷനും എതിർത്തില്ല. ഇന്ത്യയിലെ തമിഴ്നാട് പോലുള്ള മറ്റ് സ്ഥലത്തുള്ള ക്രിസ്ത്യൻ ഓർഗനൈസേഷനൊന്നും വലിയ എതിർപ്പുണ്ടോന്നില്ല. ആരാണിത് എതിർപ്പ് കൊണ്ടുപോകുന്നത്? ഇവിടെ കേരളത്തിലെ എതിർപ്പാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കേരളത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. അതൊരു പൊളിറ്റിക്കൽ പ്രശ്നമാണ്. BJP ഗവൺമെൻറ് എന്ത് കൊണ്ടുവന്നാലും അത് ആർക്കെതിരാണ്? മൈനോറിറ്റിക്കെതിരാണ്. നല്ലതോ ചീത്തയോ മുത്തലാക്കോ എന്ത് കൊണ്ടുവന്നാലും, സിവിൽ കോഡ് എന്ത് കൊണ്ടുവന്നാലും അത് നമുക്കെതിരാണ് എന്നൊരു നരേറ്റീവ് ഇവിടെ കിടപ്പുണ്ട്. മാത്രമല്ല ആ നരേറ്റീവിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന മാധ്യമ രീതി നമുക്ക് കിടപ്പുണ്ട്. അപ്പം BJP കൊണ്ടുവന്നു, കോൺഗ്രസിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ CPM-നെതിരാണ്, അല്ലെങ്കിൽ മതങ്ങൾക്കെതിരാണ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതം, മുസ്ലിം. കാരണം ഇതിനകത്ത് എന്തിന് ക്രിസ്ത്യൻ മതം മാത്രം പറയുന്നു? ഞാൻ പറഞ്ഞില്ലേ, മാതാമൃതാലയ മഠത്തിന് കിട്ടുന്നു, രാംദേവിന് കിട്ടുന്നു, മറ്റൊരുപാട് ഹിന്ദു സംഘടനകൾക്ക് ഈ പണം കിട്ടുന്നു. പക്ഷെ അവരാരും എന്ത് പറഞ്ഞില്ല, ഒരു പരാതിയും പറഞ്ഞില്ല. അവർക്ക് കിട്ടുന്നില്ല എന്ന് ചാനലുകളും പറയുന്നില്ല. ഇതിനെതിരെ വർത്തമാനം പറയുന്ന ചാനലുകളും പറയുന്ന എന്താണ്? മൈനോറിറ്റിയെ പിടിക്കാൻ, എസ്പെഷ്യലി ക്രിസ്ത്യൻ സമുദായത്തെ പിടിക്കാൻ ഇതാ ഒരു ബില്ല് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും അതല്ല. FCRAയിൽ എൻ്റെ വേറൊരു ഡിമാൻഡ് എന്ന് പറയുന്നത്, ഞാൻ വേറെന്ന് പറയുന്നത്, ഒരുപാട് കർശനമാക്കി പോയാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സന്നദ്ധ സംഘടനകൾക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് നടത്തിക്കൊണ്ട് പോകണമല്ലോ. അപ്പം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കുറച്ച് ലൂസ് ആവണം. പക്ഷെ ആ ലൂസ് ആവുമ്പോഴും ഒരു നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ടുള്ള ഈ പണം മറ്റാവശ്യങ്ങൾക്ക് പോകാതെ, പറയുന്ന ആവശ്യങ്ങൾക്ക്, ഇപ്പോൾ ഹെൽത്ത് സെക്ടറിലേക്ക് വരുന്ന പണം എടുത്ത് വീട് വയ്ക്കാതെ ഹെൽത്ത് സെക്ടറിലേക്ക് തന്നെ പോകുന്ന രീതിയിൽ, അല്ലെ എഡ്യൂക്കേഷൻ സിസ്റ്റർ. ഇതിൻ്റെ വേറൊരു വലിയ പ്രശ്നമുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറെ വിഷയം എന്ന് പറഞ്ഞാൽ, അവിടെ ഈ ഫണ്ടിങ് കിട്ടുന്ന ഏജൻസിക്ക് വിശദമായ നോട്ട് കൊടുക്കില്ല, DPR കൊടുക്കില്ല, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കും. ഒരു കൺസെപ്റ്റ് നോട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. 2 പേജ് 5 പേജ് 10 പേജുള്ള കൺസെപ്റ്റ് നോട്ട്. അവർക്കത് മതി. നമ്മളിപ്പോൾ ഹെൽത്ത് സെക്ടറിൽ ഞങ്ങൾ ഇത്ര കാര്യം ചെയ്യുമെന്ന് മതി. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ആ പൈസ എടുത്ത് എന്ത് ചെയ്യും? മറ്റ് കാര്യങ്ങൾക്ക് വിനിയോഗിക്കും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ ഫണ്ടിനെ പിടിക്കാൻ ഒരു തീരുമാനമെടുത്തത്.
പിടിക്കുന്നത് നല്ലതാണ്. പക്ഷെ വല്ലാതെ മുറുകെ പിടിച്ചു പോയാൽ എന്ത് സംഭവിക്കും? പിന്നെ ഈ ഫണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചിലവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനൊരു വയാ മീഡിയ വേണം. എങ്ങനെ വയാ മീഡിയ? ഇത് ഈ പണം കൊണ്ടുവരുന്നത് സന്നദ്ധ സംഘടനകളായാലും ട്രസ്റ്റുകളായാലും ആ ട്രസ്റ്റുകളുടെ ഓഡിറ്റും അതിൻ്റെ ഒരു സത്യസന്ധതയൊക്കെ വിലയിരുത്തി ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവർ പോകാനുള്ള ഒരു സിസ്റ്റം എവിടെ ഉണ്ടാവണം? ഇന്ത്യയിൽ ഉണ്ടായാൽ ഇത് വളരെ ട്രാൻസ്പെറൻ്റ്. ജോയിൻറ്റ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ജോയിൻറ്റ് കമ്മിറ്റി, പീപ്പിൾസ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇതൊരു വഴക്ക് കൂടി പോകേണ്ടതല്ല. കാരണം പുറത്തുനിന്ന് കിട്ടുന്ന പൈസയാണ്. അതിൻ്റെ പേരിൽ നമ്മളിവിടെ വഴക്കുണ്ടാക്കി കിട്ടുന്ന പൈസ വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല. ചർച്ചകൾക്കായിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടും എന്തിനായിരിക്കാം ഈ നമ്മുടെ ദീപിക പോലുള്ള പത്രങ്ങളിൽ ഇത്ര വളരെ നിശ്ചിതമായി വളരെ ക്രൂരമായ രീതിയിലൊരു ആക്രമണം ഇന്ത്യക്കെതിരെയൊക്കെ നടത്തിയത്? അത് ഇലക്ഷൻ അല്ലേ, അതിനകത്തൊരു ഇപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ തീരും. ഇപ്പോൾ 2 ദിവസമായിരുന്നല്ലോ ഈ ഷോൺ ജോർജും പി സി ജോർജും ഒക്കെ. ഇപ്പോൾ ഒരു ബഹളം ഉണ്ടായല്ലോ. ഇതിപ്പോൾ ഒരാഴ്ച കഴിയട്ടെ. അത് വോട്ട് വൈറ്റ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഏതെല്ലാം തരത്തിൽ, ഞാൻ അതാ പറഞ്ഞു, ഇപ്പോൾ BJP ഏതെല്ലാം തരത്തിൽ അടിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ദീപിക സ്വാഭാവികമായിട്ട് ശ്രമിക്കും. കത്തോലിക്ക സഭ ശ്രമിക്കും. അതിനകത്ത് എല്ലാവരും അല്ല. ഇപ്പം ഷോൺ ജോർജ് തന്നെ പറഞ്ഞല്ലോ, പാലാ രൂപത എന്ത് ചെയ്തു? 3 പേരും ക്രിസ്ത്യാനികളായതുകൊണ്ട്, ജോസ് കെ മാണിയും മണി സി കാപ്പനും ഷോൺ ജോർജും ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവരൊരു ബാലൻസ്ഡ് നിലപാടെടുത്തു. ഇന്ന് പി സി ജോർജ് ഇവിടെ പോവുകയും ചെയ്തു, പാലാ രൂപതയിൽ പോവുകയും ചെയ്തു. പക്ഷെ കാഞ്ഞിരപ്പള്ളി രൂപത അതല്ല എടുത്തു എന്നുള്ളതാണ് ഇവരുടെ പരാതി. ഞാൻ പറയും, ഇത് പേഴ്സൺ ടു പേഴ്സൺ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അതൊരു വലിയ വിഷയമാണ്. അവിടെ അധികാരത്തിൽ, അവിടെ ചുമതലയിലിരിക്കുന്ന ആളിന്റെ ഒരു വിൻസ് ആൻഡ് ഫാൻസിയും കൂടി ഇതിനകത്ത് എന്ത് ചെയ്യും? വരുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യും. പിന്നെ കാരണം ഇപ്പൊ പല അച്ഛന്മാരും വന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും എവിടെ ചാനലിലൊക്കെ. ആ അച്ഛന്മാരെ പൊളിറ്റിക്സ് നോക്കിയാൽ വളരെ കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും. ഇപ്പം CPM വേണ്ടി പിണറായി വിജയൻ കൊള്ളാം എന്ന് പറയുന്ന ഒരുപാട് അച്ഛന്മാരുണ്ട്. ആ അച്ഛൻ വന്ന് ഇങ്ങനെ പറഞ്ഞ് ഇനി ഇടതുപക്ഷം വന്നില്ലെങ്കിൽ കേരളം അങ്ങ് നശിച്ച് കടലിൽ പോകുമെന്നൊക്കെ പറയുന്ന ടീമുകളുണ്ട്. അതേസമയം കോൺഗ്രസ് വന്നാലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പറ്റൂല എന്ന് പറയുന്ന ടീമുകളുണ്ട്. നമുക്കാരാണോ സഹായിക്കുന്നത് അവർ വരട്ടെ എന്ന് പറയുന്ന ടീമുകളുമുണ്ട്. BJP കൊള്ളാം എന്ന് പറയുന്ന അച്ഛന്മാരുമുണ്ട്. അത് നമ്മൾ കാണണം. BJP കൊള്ളാം, കുഴപ്പമില്ല, അവർ ഇപ്പം ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഞാൻ BJP വക്താവോ ഒന്നുമല്ല. ഗോവയിൽ BJP അല്ലേ ഭരിക്കുന്നത്? മിസോറാം, നാഗാലാൻഡ്, ആസാം, ഹിമാചൽ പ്രദേശ്, അങ്ങനെ ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെല്ലാം എടുത്തോളൂ. അവിടെ എല്ലാം ക്രിസ്ത്യാനികൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടല്ലേ അവിടെ BJP ഇതായിരിക്കുന്നത്. ഈ പറഞ്ഞ ന്യായമാണെങ്കിൽ പിന്നെ അവിടെ നല്ലേ ആദ്യം എന്തുണ്ടാവേണ്ടത്? FCRA ഒക്കെ വരുമ്പോൾ ഫസ്റ്റിൽ കലാപം ഉണ്ടാവേണ്ടത് അവിടെ നിന്നല്ലേ. പക്ഷെ അവിടെ നിന്നൊന്നും ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. അവിടെ ഈ പണം വരികയല്ലേ. അപ്പോൾ അതല്ല വിഷയം. ഗോവയിൽ വരികയല്ലേ. ഗോവയുടെ എത്ര ഏജൻസിക്കായി പൈസ വരുന്നത്? പക്ഷെ അതല്ല വിഷയം. ഇവിടെ വേറൊരു നെരേറ്റീവാണ് കിടക്കുന്നത്. കേരളത്തിലെ നെരേറ്റീവ് എന്ന് പറയുന്നത് അതൊരു എന്ത് കാര്യം പറഞ്ഞാലും അതിന് നമ്മൾ എന്തിൽ ഫിറ്റ് ചെയ്യും? ആ രാഷ്ട്രീയമൊക്കെ കൊണ്ട് ആദ്യം അതിൽ കെട്ടിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വട്ടം കറങ്ങും. അത് തെറിയായാലും, തെറിയും അങ്ങനെ തന്നെയല്ലോ. ഇവിടെ എവിടെയാണ് മുഖ്യമന്ത്രിമാരും മറ്റ് പൊളിറ്റിക്കൽ ലീഡർമാർ ഇത്രമാത്രം തെറി പറയുന്നത്? ഏത് സംസ്ഥാനത്താണ് ഉള്ളത്? നമ്മൾ പൊളിറ്റിക്സ് അങ്ങനെയാണ്. തെറി പറയുക, ജാതി പറയുക, മതം പറയുക, എല്ലാ വൃത്തികേടുകളും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും? രാഷ്ട്രീയത്തിലാണ്. ഇന്നലെ വരെ പറയും SDPI വർഗീയ സംഘടന, നമ്മൾ സബ്ജക്റ്റ് മാറി പോകുന്നതല്ല. PDP വർഗീയ സംഘടന ഇന്നലെ വരെ പറയും. ഇലക്ഷൻ്റെ തലേദിവസം പറയും അയ്യോ അതറിയത്തില്ല, അതിപ്പം വർഗീയ സംഘടന, അവർ കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാം അവരെ മാറ്റിയല്ലോ, വർഗീയതയൊക്കെ മാറ്റി, അവർ നല്ല കുളിച്ച് കുട്ടപ്പന്മാരായല്ലോ എന്ന് പറയാൻ ഉളുപ്പില്ലാത്തൊരു സമൂഹമാണ് ആര്? കേരളം. ആ ഉളുപ്പില്ലായ്മ FCRAയിലും ഉണ്ട്. നമ്മൾ അതിലും കാണണം. പോലും റൗണ്ട് ട്രിപ്പിംഗ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് പോയിട്ട് അവിടെ അതുവഴി, അതായത് കള്ളപ്പണം തന്നെ എത്തിയിട്ട് കള്ളപ്പണമുണ്ട്, വൈറ്റ് മണിയുണ്ട്, ബ്ലാക്ക് മണിയുണ്ട്, പിന്നെ അതുപോലെ അൺഅക്കൗണ്ടബിൾ മണിയുണ്ട്. അങ്ങനെ ഒരുപാട് തരികിടകൾ ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു? കുഴൽപ്പണം എന്നൊക്കെ പറയുന്ന പരിപാടിയുണ്ട്. ബാങ്കിലൂടെ അല്ലാതെയൊക്കെ വരുന്ന ധാരാളം തരികിടകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഏതെങ്കിലും പൊട്ട ബാങ്ക് വഴി വരണ്ടെന്ന് വിചാരിച്ചിട്ട് SBI വഴി ആരാക്കിയത്? കേന്ദ്ര ഗവൺമെൻറ് ആക്കിയത്. അപ്പോൾ ഡൽഹി ബ്രാഞ്ചിൽ വന്നേ പറ്റുള്ളൂ ഈ പണം. അപ്പോൾ അത് വന്നാൽ അത് അക്കൗണ്ടബിൾ പൈസയാണ്. പക്ഷെ അതിനെയൊക്കെയാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്? ഇതൊന്ന് മണി സർക്കുലേഷന് വലിയ രീതിയിൽ, അതായത് രാജ്യത്തിൻ്റെ എക്കണോമി നേരത്തെയാണ് നമ്മൾ നോട്ട് നിരോധനം പോലുള്ള കാര്യങ്ങൾ നടത്തിയത്. നമ്മുടെ ഒരു ക്ലീൻ എക്കണോമിയിലേക്ക് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം അൺഅക്കൗണ്ടഡ് മണീസ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് വന്നാൽ, അത് മണി സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വലിയ ദോഷകരമായി. തീർച്ചയായിട്ടും ദോഷം. കാരണം പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഡെമോക്രസി ആയതുകൊണ്ട് നമുക്കൊരു ഡെമോക്രാറ്റിക് വാല്യൂസും ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലല്ലേ ഇത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാനതാ പറഞ്ഞ വടിയെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. തല്ലി ഒരു പൈസ പോലും കറപ്ഷൻ ഇല്ലാതെ, ഒരു പൈസ പോലും ആരും എടുക്കാതെ ലൂസായി 20% എന്ന് പറഞ്ഞാൽ
20% അങ്ങ് ചിലവാക്കിക്കണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിനകത്ത് ചിലപ്പോൾ 10% അവർ കൊടുക്കുള്ളൂ. 10,000 രൂപയ്ക്ക് ഒരു അക്കൗണ്ടന്റിന് വയ്ക്കും, 5,000 രൂപ കൊടുക്കുള്ളൂ. ഏത് സാലറി 5,000 കൊടുക്കുള്ളൂ, 10,000 രൂപയ്ക്ക് വൗച്ചർ എഴുതി വാങ്ങിക്കും. പിന്നെ ഡയറക്ടർ എന്ന് പറഞ്ഞ് വയ്ക്കും. ഡയറക്ടർ ആരായിരിക്കും? ആ പള്ളി അതിൻ്റെ സെക്രട്ടറി തന്നെ ആയിരിക്കും ഡയറക്ടർ. വേറെ ശമ്പളം എഴുതിയെടുക്കും. ഇപ്പം ഞാൻ സെക്രട്ടറി ആയിരിക്കും ട്രസ്റ്റിൻ്റെ. ഞാൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. അവിടെ നമ്മൾ ഡയറക്ടർ എന്നായിരിക്കും വെച്ച് കൊടുക്കുന്നത്, ആ പ്രോജക്റ്റ് കൊടുക്കുന്നത്. ആ ഡയറക്ടർ ഞാൻ തന്നെ അങ്ങ് ആവും. അപ്പോൾ എനിക്ക് ശമ്പളം എഴുതിയെടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള കുറേ മാൽ പ്രാക്ടീസുകൾ എവിടെ ഉണ്ട്? ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിനകത്തുണ്ട്. കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണം? അനുവദിക്കുകയും വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. NGOs ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ അങ്ങനെ ഫ്ലെക്സിബിൾ അല്ലേ പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഫ്ലെക്സിബിലിറ്റി എന്തായി പോകരുത്? താങ്കൾ പറഞ്ഞ പോലെ ഒരു വേറൊരു ആൾട്ടർനേറ്റീവായിട്ടുള്ള മണി സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു പണചംക്രമണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായി ഇത് മാറുകയും മാർക്കറ്റിനെ ഇത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ എക്കോണമി അത് ബാധിക്കും, നന്നായി ബാധിക്കും. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ ഈ ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് റഷ്യയിലും ചൈനയിലും മറ്റ് ഒരുപാട് രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ഇത് അനുവദിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ പണമേ അനുവദിക്കില്ല വെല്ലിച്ചതെന്ന് കൊണ്ടുവരാൻ. നമ്മൾ അനുവദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വയാ മീഡിയയിലേക്ക് പോകണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യവും ചോദിക്കേണ്ട, ഞങ്ങളോടാരും കണക്കും ചോദിക്കേണ്ട, ഞങ്ങൾ ആവശ്യമുള്ള തുക ഇങ്ങോട്ട് കൊണ്ടുവരും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇവിടെ ചെയ്യും, ഇഷ്ടമുള്ള ഓഡിറ്റ് ഞങ്ങൾ നടത്തും, വേണമെങ്കിൽ പിടിച്ചോ എന്ന് പറയുന്ന രീതിയിലേക്ക് സംഘടനയ്ക്ക് പോകാൻ പറ്റത്തില്ല. അതാണ് പലരും ആവശ്യപ്പെടുന്നത്. അത് പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഭരണഘടനയുണ്ട്, ഇവിടെ നാഷണാലിറ്റി ഉണ്ട്, ദേശീയതയുണ്ട്, യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ ആൻറ്റി നാഷണലായിട്ടുള്ള സംഘടനകൾ വളരാതിരിക്കണം. ഒരു സംഘടന വളരുന്നതിൻ്റെ പ്രധാന ഗുണം എന്താണ്? പണമാണ് പ്രധാനം. പണം കിട്ടിയപ്പോൾ ട്രെയിനിങ് ആയി, അവർക്ക് കാശായി, കുടുംബത്തിന് കാശ് കൊടുക്കലായി, അങ്ങനെയൊക്കെയാണ് പല ആൻറ്റി സോഷ്യൽ ഇലമെൻറ്റ്സ് ഇവിടെ വളരുന്നത്. അതൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു കൃത്യമായ മോണിറ്ററിങ്, ഞാൻ അതാ പറഞ്ഞ കൺട്രോൾ അല്ല വേണ്ടത്, ഒരു മോണിറ്ററിങ് ആവശ്യമുണ്ട്. വളരെ കൃത്യമായ വളരെ AI ബേസ്ഡ് ആയിട്ടുള്ള നല്ല മോണിറ്ററിങ് ഇതിനകത്ത് ആവശ്യമുണ്ട്. ആ മോണിറ്ററിങ്ങിലൂടെ FCRA പൈസ കൃത്യമായി കൊണ്ടുവരുന്ന ആവശ്യങ്ങൾക്ക് തന്നെ വിനിയോഗിക്കുന്നുവെന്നും അത് പറയുന്ന പ്രോജക്റ്റുകൾക്ക് നടപ്പിലാക്കുന്നുവെന്നും ഒക്കെ ഉള്ള വളരെ കൃത്യമായ ഒരു മോണിറ്ററിങ് സിസ്റ്റം കൃത്യമായി കൊണ്ടുവരണം. അത് കൊണ്ടുവരുന്നതാണ് ഏറ്റവും പ്രധാനം. മറുപക്ഷത്ത് ഭീകരവാദം പോലുള്ള വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ പാകിസ്ഥാനിൽ 42% പാകിസ്ഥാനിൽ തന്നെ ഭീകരവാദം കൂടിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ അകത്ത് ബലൂച്ച് ആർമിയും അതോടൊപ്പം തന്നെ തെഹ്രീക്ക് താലിബാൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു ഭീകരാക്രമണം പാകിസ്ഥാന് നേരെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ശ്രദ്ധ തിരിക്കാനായിട്ട്, പാകിസ്ഥാൻ്റെ ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുവാനായിട്ട് കോപ്പ് കൂട്ടുകയാണ്. ഈ സമുദ്രമാർഗേണയുള്ള ഒരു ലഷ്കർ ഇ തോയ്ബയുടെ മുംബൈ മോഡൽ അറ്റാക്കിനാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അത്തരത്തിൽ ഭീകരവാദ പദ്ധതികൾ ഇന്ത്യക്കെതിരായിട്ട് ഉയരുന്ന സമയത്ത്, രാജ്യത്തിനകത്ത് സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന സമയത്ത് ഇത്തരം FCRA പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയില്ല എങ്കിൽ അത് ഒരുപക്ഷെ സാമൂഹ്യ സുരക്ഷയെ വലിയ രീതിയിലല്ലേ? ഒരു പക്ഷേ ഇല്ല, അവിടെ പക്ഷേ ഇല്ല. ആൻറ്റി സോഷ്യൽ ഇലമെന്റ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അതെ, കാരണം ട്രെയിനിങ്ങിന് പൈസ കിട്ടുന്നു, അവരുടെ കുടുംബത്തെ കൊടുക്കാൻ പൈസ കിട്ടുന്നു, പിന്നെന്താണ് മറ്റാവശ്യങ്ങൾക്ക് പൈസ കിട്ടുന്നു, നല്ല ഡ്രസ്സ് കിട്ടുന്നു, നല്ല ഫുഡ് കിട്ടുന്നു, നല്ല മൊബൈൽ ഫോൺ കിട്ടുന്നു, സൗകര്യങ്ങൾ കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആൻറ്റി സോഷ്യൽ, പ്രത്യേകിച്ച് യൂത്താണ് ഇതിനകത്തൊക്കെ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത്. ആൻറ്റി സോഷ്യൽ ഇലമെൻറ്റ്സ് ആയിട്ടുള്ള ആൻറ്റി നാഷണൽ ഇലമെൻറ്റ്സ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ പണം പ്രയോജനപ്പെടുത്തും പലരും. കാരണം ഇത് അധ്വാനിക്കുന്ന പണമല്ലല്ലോ, എല്ലായിടത്തുനിന്ന് വരുന്ന പൈസയല്ലേ. അപ്പോൾ അതെടുത്ത് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല, പക്ഷെ അത് വരുന്നുണ്ട്. അപ്പോൾ അതിനെ തടുക്കണം, അതിന് കർശനമായ നിയമം ആവശ്യമുണ്ട്. പക്ഷേ ആ കർശനമെന്ന് പറയുമ്പോൾ ഇത് ജെനുവിനായി ചെയ്യുന്ന സംഘടനകൾ എന്ത് പെട്ടുപോകരുത്? ഇത് ബാധിക്കപ്പെടും. അവിടെയാണ് ഗവൺമെൻറ് ഇതിനകത്തൊരു സിസ്റ്റം എങ്ങനെ കൊണ്ടുവരുമെന്നുള്ളതാണ് എൻ്റെ ഒരു സിസ്റ്റം. ജെനുവിനായി ഇത് ചെയ്യാം, ശരി, 20% 20% ഞങ്ങൾ അതിനകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നത് പോട്ടെ, ബാക്കി തുക ഞങ്ങൾ ജെനുവിനായി 80% തുകയിൽ ഞങ്ങൾ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സംഘടനകൾക്ക് ഇത് കിട്ടുന്ന നിലയിലേക്കുള്ള ഒരു മോണിറ്ററിങ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ സിസ്റ്റം, ഒരു വാല്യുവേഷൻ സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് FCRAയിൽ എന്നെപ്പോലെയുള്ളവർക്ക് കൺസേൺ. അല്ലായെങ്കിലുള്ള കുഴപ്പം താങ്കൾ പറഞ്ഞ പോലെ ഈ കിട്ടുന്ന പണം അത്രയും ഒരു വശത്ത് ആൻറ്റി സോഷ്യലായിട്ടുള്ള ആൻറ്റി നാഷണലായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകും, തീവ്രവാദത്തിന് പോകും, മതതീവ്രവാദത്തിന് പോകും, പിന്നെ മതപരിവർത്തനത്തിന് പോകും, അതിൻ്റെ പരിപാടി സുവിശേഷം പോലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള പണം പോകും. അപ്പോൾ അതൊക്കെ വളരെ നമുക്കൊരിക്കലും ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അല്ല, ഇപ്പോൾ SDPI അതേപോലെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ കാര്യം സാന്ദർഭികമായി ഇതിൽ വന്നതിൻ്റെ പ്രകാരത്തിൽ ചോദിക്കുകയാണ്. ഇത് ഇപ്പോൾ സത്യത്തിൽ ഈ FCRA നിയമം വരുമ്പോൾ ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പലതരത്തിലുള്ള സംഘടനകൾ, ഇപ്പോൾ FCRA മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഏകദേശം 260 കോടി രൂപയാണ് PFIക്ക് കിട്ടിയത്.
PFIക്ക് 260 കോടിയോളം കൈക്കലാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലൊക്കെ നിരവധിയായിട്ടുള്ള ഫേക്ക് NGOs ഉണ്ട്. അവർ NGO അവരുടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടികളാണ് വർഷാവർഷം ചിലവാക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം പോലും നമുക്ക് മുന്നിൽ ഭയാനകമായുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് SDPI പോലുള്ള ഭീകരവാദ സംഘടനകളോട് ചേർന്ന് ഇലക്ഷൻ മത്സരിക്കുവാൻ വേണ്ടിയിട്ട്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ UDF തയ്യാറാകുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ, അതായത് ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വിലയിരുത്തിയാൽ FCRA കാര്യങ്ങൾ, FCRAയുടെ അമെൻമെൻറ്റിനെ ഇവർ ശക്തമായി എതിർക്കുന്നതിന് പിന്നിൽ ഒരു ഹിഡൻ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ടല്ലോ. ആ. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പണം നിങ്ങൾ എന്ത് ചെയ്യരുത്, പണം ഇങ്ങ് തന്നോളൂ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പർപ്പസിന് ഞങ്ങൾ ചെലവഴിക്കും. എന്തുകൊണ്ടാണ് PFIക്കും അല്ലെങ്കിൽ SDPIക്കും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിനും അങ്ങനത്തെ സംഘടനകൾക്കോ കുഞ്ഞു കുഞ്ഞു കടലാസ് സംഘടനകൾക്ക് എങ്ങനെയാണ് പൈസ കിട്ടുന്നത്? ഈ FCRAയിൽ വരുന്ന പൈസ കുഞ്ഞു കുഞ്ഞു സംഘടനയ്ക്ക് എവിടെ നിന്ന് പൈസ വാങ്ങിക്കാൻ പറ്റത്തില്ല, നേരിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് സിസ്റ്റം വേണം, ട്രസ്റ്റ് ആയിരിക്കണം, ഇത്ര വർഷത്തെ ബാങ്ക് ബാലൻസ് വേണം, നല്ല സോളിഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലേ പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ സോളിഡായ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ പൈസ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം നാളിതുവരെ ചെയ്തുകൊണ്ടിരുന്നത് സബ്ലെറ്റ് ചെയ്യും. സബ്ലെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സബ് കോൺട്രാക്ട് പോലെ കൊടുക്കും. ആ സബ് കോൺട്രാക്ട് എടുക്കുന്നതാണ് ആര്? ഈ കടലാസ് സംഘടനകൾ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അല്ല, മറ്റേ കടലാസ് സംഘടനയ്ക്ക് നേരിട്ട് പോയി അവിടുന്ന് പൈസ കൊണ്ടുവരാക്കത്തില്ല. അപ്പോൾ ഈ കടലാസ് സംഘടനകൾ ഒരു 10, 100, 200 സംഘടനകൾ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്തിടും പല പേരുകളിൽ. ആ പേരുകൾ പല മഹാന്മാരുടെ പേരിലൊക്കെ ആയിരിക്കും ചിലപ്പം രജിസ്റ്റർ ചെയ്തിടുന്നത്. ആ മഹാന്മാരുടെ പേരിൽ അങ്ങോട്ട് രജിസ്റ്റർ, ഇപ്പോൾ ഗാന്ധിജി, പിന്നെ നെഹ്റു, അല്ലെങ്കിൽ പിന്നെ സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ മഹാത്മാരുടെ പേരും അല്ലെങ്കിൽ സ്ത്രീകളുടെ പേരും ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ പിന്നെ മറ്റ് പേര് കേൾക്കാൻ കൊള്ളാമെന്നുള്ള വളരെ മനോഹരമായ പേരുകളിട്ട് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്തിടും. പക്ഷെ ചെയ്തു കൂട്ടുന്ന എല്ലാം എന്തായിരിക്കും? കള്ളത്തരവും രാജ്യദ്രോഹ പ്രവർത്തനം. അത് തടയണം എന്നുള്ളത് സത്യമാണ്. അത് തടഞ്ഞേ പറ്റൂ. അതിനകത്ത് വേറെ ന്യായമൊന്നുമില്ല. അത് തടയപ്പെടണം. പക്ഷേ ജെനുവിനായിട്ട് ഉള്ള സംഘടനകളെ എന്ത് ചെയ്യാൻ വേണം? പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ജെനുവിനായ സംഘടനകൾ പ്രവർത്തിക്കട്ടെ. ഇവർ തന്നെ ഇവർ പിന്നെ ഓഡിറ്റ്, അടുത്ത ഇവർ ബഹളം ഉണ്ടാക്കുന്ന വേറൊരു ഏരിയയാണ്. ഇവർ ഓഡിറ്റിൽ കൃത്രിമം കാണിച്ചാൽ ആ FCRA കൊണ്ടുവന്ന പൈസ സംഘടന ഉണ്ടല്ലോ, അവരിൽ നിന്ന് തിരിച്ചു പിടിക്കുമെന്നൊരു നിയമം ഇതിനകത്തുണ്ട്. ഈ സ്വത്തും എല്ലാം തിരിച്ചു പിടിക്കും. അവരെ സ്ഥാവര സംഗമ വസ്തുക്കളിൽ നിന്ന് തിരിച്ചു, അതൊന്നും നിലവിലില്ലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആവുകയാണ് കാര്യങ്ങൾ. അക്കൗണ്ടബിലിറ്റി കൂടുകയാണ് ഇതിനകത്ത്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി കൂട്ടണ്ട, ട്രാൻസ്പെറൻസി ആവശ്യമില്ല. നിങ്ങൾ പൈസ എങ്കിൽ തന്നേക്കൂ, ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ചിലവാക്കാം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പറ്റില്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ശക്തമായി പറയുന്നത്. അതിൽ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ഈ രാഷ്ട്രീയമാണ്. ഇപ്പം SIRന്റെ പുറത്ത് എന്തൊരു ബഹളമാണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷേ SIR ഇപ്പം ഗുണകരമായെന്ന് ഇപ്പം പറയുന്നു. എല്ലാവരും പറയുന്നത് എന്താണ്? SIR വന്നതുകൊണ്ടാണ് ഒരു ക്ലീനായി കള്ള വോട്ടൊക്കെ മാറുകയും വോട്ടേഴ്സ് ക്ലീൻ ആകുകയും ആക്ച്വലായി 78% ആളുകൾ വോട്ട് ചെയ്യുകയും ചെയ്തത്. മറ്റത് SIR കൂടെ ഇല്ലാതിരുന്നെങ്കിൽ ഈ 78 എന്നുള്ളത് എത്രയിൽ പോയേനെ? 74 73% പോയേനെ. കാരണം മറ്റൊരു എണ്ണം കൂടെ കയറി വരും. ഇതിപ്പോ അതില്ല, പെർസെന്റേജ് ഡൗൺ ആവും. 9 ലക്ഷത്തോളം ആളുകൾ പോയില്ലേ. അപ്പം ഇതെല്ലാം രാജ്യത്ത് കാലാകാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്ത് ചെയ്യണ്ടേ എന്നുള്ളതാണ് ചോദ്യം. അപ്ഡേറ്റ് ചെയ്യുമ്പം അതിലെല്ലാം മതവും ജാതിയും ഞങ്ങളുടെ സമുദായം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചാൽ അങ്ങനെ ഒരു സർവതന്ത്ര സ്വാതന്ത്ര്യമൊന്നും ഭരണഘടന ആർക്കും എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. 1976 FCRA നിയമം ഉണ്ടായപ്പോൾ ഇവരാരൊക്കെ എവിടെ പോയി? അന്ന് ഈ തർക്കമില്ല. ഇനി FCRA നിയമം തന്നെ മൻമോഹൻ സിംഗ് എന്ത് ചെയ്തു? കുറച്ച് കർശനമാക്കി. മൻമോഹൻ സിംഗ് കുറച്ച് പരിഷ്കരിച്ചു. അപ്പോഴും എന്തില്ലായിരുന്നു? പ്രശ്നങ്ങളില്ല. ഇപ്പൊ പരിഷ്കരിച്ചപ്പോഴാണ് ചില പിടുത്തങ്ങൾ കറക്റ്റായിട്ട് വീഴും എന്ന് വന്നപ്പോൾ പ്രശ്നം പറയുന്നത്. പരിഷ്കരണം മാത്രമേ ഉള്ളൂ, എക്സിക്യൂഷൻ ഇല്ല. അപ്പോൾ അതിപ്പോൾ ഇപ്പം ചില കാര്യങ്ങളിൽ പിടുത്തം വീഴും, ഹൂക്ക് വീഴും എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, ഒരു ഹൂക്കും വേണ്ട, ഞങ്ങൾക്ക് പണം വേണം. അത് ക്രിസ്തീയ സഭകളായാലും ഏത് സഭയായാലും നിങ്ങൾ പിന്നോട്ട് പോകണം. നിങ്ങൾ ബൈ ഡയലോഗിലൂടെ ഇതിനെന്തുണ്ടാക്കണം? അല്ലാതെ നിങ്ങൾ തർക്കമല്ല പറയേണ്ടത്, ഞാൻ പറഞ്ഞത് വിവാദമല്ല ഉണ്ടാക്കേണ്ടത്. ബൈ ഡയലോഗിലൂടെ നിങ്ങളുടെ കൺസേൺ എല്ലാം ആരെ അറിയിക്കണം? അതിന് പകരം നിങ്ങൾ എന്താ പലരും, ചില ആളുകൾ എന്താണ്, FCRAയിൽ മതന്യൂനപക്ഷങ്ങളെ ദ്രോഹിച്ചു. ശരി, ദ്രോഹിച്ചു. അതിൻ്റെ പരിഹാരം എന്താണ്? വേറൊരാളിന് വോട്ട് കൊടുക്കലാണോ? അതല്ലല്ലോ അതിൻ്റെ പരിഹാരം. അതിൻ്റെ പരിഹാരം എന്താണ്? ഈ ഉണ്ടായി പോരാൻ പോകുന്ന നിയമത്തെ അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കുകയോ അല്ലെങ്കിൽ പുതിയ നിയമം വരികയാണെങ്കിൽ അതിൻ്റെ കൺസേൺ ആയിട്ടുള്ള നമ്മുടെ കൺസേണുകൾ നമ്മൾ എന്ത് ചെയ്യുക? അറിയിച്ച് ഡയലോഗിലൂടെ മാറ്റി തന്നില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയമായിട്ടൊക്കെ തീരുമാനം എടുക്കാം. ഇതിപ്പോൾ അതല്ലല്ലോ നടന്നത് ഇവിടെ ഇലക്ഷന്.
ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, മറ്റൊരു ഉടൻ തന്നെ ഇവിടെ അങ്ങ് പറയുന്നു, ഉടൻ പത്രങ്ങൾ പറയുന്നു, ദീപിക എഴുതുന്നു, സകല ചാനലുകളും പറയുന്നത് ഇതാ ക്രിസ്തീയ വിരുദ്ധമായി ഇതാ എന്തോ ഒരു കാര്യം ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളൊരു വല്ലാത്ത ഫീൽ ഇവിടെ ഉണ്ടാക്കി കളഞ്ഞു. പക്ഷേ നമ്മുടെ പുരോഹിതന്മാർ ഇത്തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും വളരെ സജീവമായിട്ട്, അത് 70-80% ക്രിസ്ത്യൻസ് വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. വളരെ നല്ല കാഴ്ചപ്പാടുള്ള, വളരെയധികം ആദ്യം നവോത്ഥാനം നേടിയെടുത്ത ഒരു സൊസൈറ്റി ആയ നിലയ്ക്ക് തന്നെ അവർ വളരെ ശക്തമായി തന്നെ പറഞ്ഞു, ഞങ്ങൾക്കിതിൽ യാതൊരു എതിർപ്പുമില്ല. ഇല്ല ഇല്ല, ഈ പുരോഹിത വർഗത്തിന് ആണ് അല്ലാതെ കുറച്ച് പേർക്കേ ഉള്ളൂ. കുറച്ച് പുരോഹിത വർഗത്തിൽ എല്ലാവരും ഇല്ല, പുരോഹിത വർഗത്തിൽ അതെ എല്ലാ അച്ഛന്മാർക്കൊന്നും ഈ പ്രശ്നം അതെ ഇല്ലല്ലേ. അതെ അതെ വളരെ കുറച്ച് പേർക്ക് കുറച്ച് മാത്രമേ. പേർക്കേ ഉള്ളൂ. പൈസയൊക്കെ കൃത്യമായി വാങ്ങി നന്നായി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതെ തീർച്ചയായും തീർച്ചയായും. അല്ല, അതല്ല, ഇത് തരികിട കാണിക്കുന്ന കുറച്ച് പേര് ആ തരികിടയുടെ കൂടെ എന്തും കൂടെ കയറ്റി ശകലം മതവും അതെ ശകലം ജാതിയും ഒരു ശകലം പൊളിറ്റിക്സും കൂടി മസാലയ്ക്ക് വേണ്ടി പക്ഷെ അത് അവര് വിചാരിച്ചത്ര ഇളകിയില്ല ഒന്നും എന്നുള്ളതാണ്. ഇളകില്ല, ഒന്നും സംഭവിച്ചില്ല. പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് അതിനകത്ത് ഡിസ്കഷൻ എന്നും പറഞ്ഞ് മാറ്റി വെച്ചപ്പം ഇവർക്കൊന്നും ഇല്ലാതിരുന്നു. അതിന് വേറെ പുതിയ അതോടൊപ്പം തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഇതിന് അനുകൂലമായ രീതിയിലാണ്. എല്ലാവരും അനുകൂലം. കാരണം ഈ സത്യസന്ധമായി വിശ്വസിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഇതിനെന്താണ്, മനോരമ എഴുതിയില്ലല്ലോ. അതെ അതെ മനോരമ ഈ ഇങ്ങനെ പറഞ്ഞ ദീപിക എഴുതിയ പോലെ ചെയ്തില്ലല്ലോ. സ്വാഭാവികമായിട്ടും മനോരമയും ഇതിനകത്തേക്കൊരു വരേണ്ടതായിരുന്നു. മംഗളം വന്നില്ലല്ലോ. അതെ മംഗളം വന്നില്ല, മനോരമ വന്നില്ല, ദീപിക മാത്രമാണ് വന്നത്. അതെ അതെ. അപ്പൊ അതിന് അത് എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് വീണ്ടും താല്പര്യങ്ങൾ മറ്റ് കൂടി താല്പര്യങ്ങൾ, അതിനകത്ത് കയറും. അതിന്റെ ഇൻവെസ്റ്റേഴ്സിന്റെ എന്തെങ്കിലും താല്പര്യങ്ങൾ. അതിപ്പോ പറയുന്നല്ലോ ഷോൺ ജോർജ് തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ദീപിക പത്രത്തെ കുറിച്ച് സഭയുടെ പത്രമല്ല എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ചർച്ചകൾ വന്നില്ല. അതിന് തുടരും ആ ചർച്ച അടുത്ത അത്തരം ദിവസങ്ങളിൽ. കാര്യത്തിൽ കേന്ദ്രീകൃതമായി ദീപികയ്ക്കെതിരെ ഒരു അന്വേഷണത്തിന്റെ ഒരു ആവശ്യം വരുന്നുണ്ട്. അന്വേഷണം വരാൻ സാധ്യതയില്ല. അവർ അന്വേഷിക്കാൻ ആർക്കും പൈസ മുടക്കാമല്ലോ. ഇപ്പൊ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസ വേറെ സാന്റിയ മാർട്ടിനോ മോണിക്കയൊക്കെ മുടക്കുന്നു എന്ന് പറഞ്ഞാൽ സാന്റിയ മോണിക്കയ്ക്ക് പൈസ മുടക്കാമല്ലോ. അതെ അതെ അതുകൊണ്ട് അതിന് അന്വേഷണത്തിന്റെ വിഷയമില്ല, കാരണം മാൽ പ്രാക്ടീസ് അല്ലല്ലോ. പക്ഷെ സഭയ്ക്കകത്ത് എന്ത് നടക്കും, സഭയ്ക്കകത്തൊരു ചർച്ച വരേണ്ട സമയമായി. അതെ. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പത്രത്തിൽ, നമ്മുടെ മുഖപത്രത്തിൽ ദീപിക എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ മുഖപത്രമായി തുടങ്ങിയ ദീപിക സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ഏതെങ്കിലും 1-2 മുതലാളിമാർ വന്ന് ദീപികയിൽ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുകയും ഷെയർ എടുക്കുകയും പിന്നെ അത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ഷെയർകാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത് അതെ. ഭൂഷണമാണോ എന്ന് ആരാലോചിക്കണം. പത്രങ്ങൾ, കത്തോലിക്ക സഭക്കാര് സഭ- സഭയുടെ മേലധ്യക്ഷന്മാരിരുന്ന് ആലോചിച്ചിട്ട് അവർ മറ്റു രൂപത്തിൽ പണം കണ്ടെത്തി കൊടുക്കണം. തീർച്ചയായും. കൊടുത്തിട്ട് മറ്റവരോട് പറയണം അത് പറ്റത്തില്ല, നമ്മളുടെ അല്ലെങ്കിൽ അതൊരു സ്വതന്ത്ര പത്രമാണെന്ന് പറഞ്ഞ് അങ്ങ് വിടുക. സഭാ താല്പര്യങ്ങൾക്ക് വിരുദ്ധ വിരുദ്ധമായിട്ട് സഭയൊന്നും ഇതിനകത്തില്ല, കത്തോലിക്കക്കാരൻ നടത്തുന്നതൊക്കെ ശരിയാണ്, സഭയ്ക്കൊന്നും ഇതിനകത്ത് പങ്കൊന്നുമില്ല. ഉം. അവരൊരു സ്വതന്ത്ര സംഘടനയാണ്. എത്രയോ ചാനലുകളും സംഘടനകളും അതെ. താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. അതെ. അത് നമുക്ക് എതിർക്കേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായും. പാർട്ടികൾക്ക് ചാനലില്ലേ, പാർട്ടികൾക്ക് പത്രമില്ലേ, തീർച്ചയായും തീർച്ചയായും. അപ്പൊ അതിനെ എതിർക്കേണ്ട കാര്യമില്ല. അതെ. പക്ഷെ കത്തോലിക്ക സഭയുടെ പത്രം എന്ന് പറയുകയും കത്തോലിക്ക സഭ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അടിയറ വയ്ക്കാതെയും സ്വതന്ത്രമായി പോകുന്നൊരു സഭയാണെന്ന് പറയുകയും ചെയ്യുകയും മറുവശത്ത് ഇതുപോലത്തെ ഇഷ്യൂസ് വരുമ്പോൾ ബയാസ്ഡായ തീരുമാനങ്ങളൊക്കെ വരുമ്പോഴാണ് സംഘർഷം ഉണ്ടാകുന്നത്. തീർച്ചയായും. മതത്തിനും രാഷ്ട്രത്തിനും മുകളിലല്ല മതവിശ്വാസമല്ല, മതവുമായി ബന്ധപ്പെട്ട ചില ചട്ടക്കൂടുകൾ ഉണ്ടാക്കുന്നതും മറ്റു കാര്യങ്ങളും എല്ലാത്തിനും മുകളിലാണ് രാഷ്ട്രമെന്ന ചിന്താഗതിയും രാജ്യത്തിൻ്റെ സുരക്ഷയും എന്നതാണ് നമുക്ക് വിശ്വാസത്തിലെടുക്കേണ്ടത്, കണക്കിലെടുക്കേണ്ടത് എന്നതാണ്. നമസ്കാരം.